ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പഴുത്ത കായ വറുക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ എനിക്ക് പാകത്തിന് പഴുത്തൊരു, അതായത് അധികം പഴുക്കാത്ത നേന്ത്രക്ക പഴം കിട്ടിയിട്ടുണ്ട്. അധികം പഴുത്താൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അത് അപ്പോൾ സോഫ്റ്റായി പോകും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പഴുത്ത കായ എടുത്തു വെച്ചിട്ടുണ്ട്. അധികം പഴുക്കാൻ പാടില്ല. അപ്പോൾ ഈ പരുവത്തിലെ കായ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അധികം പഴുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും, പിന്നെ ക്രിസ്പിനെസ് ഉണ്ടാവില്ല. തീരെ പച്ചയാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴുത്ത മധുരം, ഒരു ചെറിയ മധുരം കൂടിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ആ ഉപ്പും മധുരവും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ പ്രത്യേകത, ഈ ചിപ്സിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്കത് തൊലി കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പാകം. ഇപ്പോൾ രണ്ട് സൈഡ് ആദ്യം കളഞ്ഞിട്ട് ഒന്ന് കത്തി കൊണ്ടൊന്ന് മെല്ലെ ഒരു വരഞ്ഞ് ചെയ്യാം. കായ തൊലി പൊളിക്കുന്ന പോലെ നമുക്ക് പൊളിക്കാൻ പറ്റണം. നമ്മളിത് കറക്റ്റ് പാകമാണ് അതിന്. അപ്പോൾ ചീന്തുമ്പോൾ നമുക്ക് തോല് പെട്ടെന്ന് വരില്ല, ഇതുപോലെ അടർത്തി എടുക്കണം. ഇത് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാ കായും ഒരേപോലെ പാകമല്ല, കുറച്ച് കൂടുതൽ പഴുത്തിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം നമ്മളിവിടെ എല്ലാ കായും തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് സ്ലൈസ് ചെയ്യാം. അപ്പം നമ്മൾ ഇനി സ്ലൈസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതുപോലത്തെ ഒരു ബ്ലേഡാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എണ്ണയിലേക്ക് ആക്കാം, പക്ഷെ ഞാനിവിടെ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അധികം തിക്കല്ലാണ്ട് വല്ലാണ്ട് നൈസ് അല്ലാണ്ട് ഒരു മീഡിയം സൈസിലെടുക്കണം. അപ്പോൾ നമ്മളിവിടെ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു ഇതിനെ. ഇപ്പോൾ നമ്മൾ കുറച്ച് അങ്ങനെ ഇതുണ്ടെങ്കിൽ ഒട്ടി പിടിക്കാതെ ഇടണം എണ്ണയിലേക്ക്. ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വല്ല ഫോർക്ക് വെച്ചിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം എണ്ണയിലിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഒന്നിച്ചായി കഴിഞ്ഞാൽ മൂക്കില്ല. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്, ഒരെണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇനി ഇതിലേക്ക് കട്ട പിടിക്കാണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൂത്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഉപ്പുവെള്ളം തളിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഒരു അര സ്പൂണ് ഉപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കളറ് മാറി വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സിമ്മിലാക്കാം, കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുറയ്ക്കണം അതിന്. അപ്പോൾ കളറ് മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഉപ്പുവെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിത്തെറിക്കും. അടുത്തത് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് സ്ലൈസ് ചെയ്തിടാണ്. ഡയറക്റ്റ് സ്ലൈസ് ചെയ്യുമ്പോൾ ഒന്നിനു മുകളിൽ ഒട്ടാതെ നമുക്ക് കിട്ടും, പൊട്ടിപ്പിടിക്കാതെ ഇടാൻ പറ്റും. അങ്ങനെ പരിചയമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞങ്ങൾ ഫ്ലാറ്റിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ പുതിയ ഫിറ്റിങ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ
ശബ്ദം കേൾക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പം നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഇടുമ്പോഴും ഉപ്പുവെള്ളം തളിക്കണം. പിന്നെ ഉപ്പുവെള്ളത്തിൻ്റെ ഇത് കുറച്ച് കൊണ്ടുവരണം. എന്താ വെച്ചാൽ എണ്ണയിൽ ഓൾറെഡി ഉപ്പിൻ്റെ കുറച്ചുണ്ടായിരിക്കും. അപ്പം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഒഴിക്കുന്ന അത്ര ക്വാണ്ടിറ്റി വേണ്ട രണ്ടാമത്തെ പ്രാവശ്യം ഒഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കുറച്ച്. ഞങ്ങൾ ഒഴിക്കാൻ പോവുകയാണ് രണ്ടാമത്തേൽ. അപ്പം നമ്മുടെ ക്രിസ്പി പഴം വറുത്തത് റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ശബ്ദം കേൾക്കാമല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൽ 1-2 കാര്യം പറയാനുള്ളത്, നമ്മളധികം ഈ കളറ് വരണകൾ മുന്നേ എടുക്കണം എണ്ണയിൽ നിന്ന്. ഒരു മഞ്ഞ കളർ ഇത് കളറാകുമ്പോഴേക്കും എടുത്തു കഴിഞ്ഞാൽ അത് ഇരുന്നിട്ട് ഈ കളറിലേക്ക് വരും. അത് അധികം മൂത്ത് കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കനപ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കാരണം നമ്മൾ അത് ശ്രദ്ധിക്കുക. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ലൊരു ഐറ്റമാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നമസ്കാരം.